പരിശുദ്ധമായ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും തുറന്നു കൊടുക്കുന്ന ആ തരുണീമണികൾ ആരെന്നറിയുമോ? മഹാനായ ഉവൈസ് റളിയല്ലാഹു തആല അൻഹു. ഉവൈസ് റളിയല്ലാഹു തആല അൻഹു ഒരു വേള ഇങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞ് നടക്കുകയാണ്. ആ സുബഹി നിസ്കാരം കഴിഞ്ഞ് നടക്കുമ്പോൾ അല്ലാഹുവേ, ഒരു പെണ്ണതാ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഉറക്കെ ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, ആരാണ് എന്റെ വീടിന്റെ പരിസരത്ത് വന്നിട്ട് ഞാൻ ഈ കൊടുക്കുന്ന ഹദിയ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനിക്ക് കൊടുക്കാമെന്ന് പറയുന്നത്? അവരാരാണ് റബ്ബേ? ആരാണ് പടച്ചവനെ സുബഹിന്റെ നേരത്ത് ഏതെങ്കിലും ഒരാള് എന്റെ വീടിന്റെ പരിസരത്ത് വന്നിട്ട് ഞാൻ ഈ കൊടുക്കുന്ന ഹദിയ ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന എങ്ങനെയാണെന്ന്? വേറെ കൊണ്ടാണ് അവിടെ നമ്മൾ പഠിച്ചുകൊള്ളുക. ഈ പെണ്ണവിടെ നിന്ന് ദുആ ചെയ്യുന്നു നിറഞ്ഞ മനസ്സോടെ. ആ സമയമാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു ആ വീടിന്റെ പരിസരത്ത് നിന്നിട്ട് പറഞ്ഞു, പൊങ്ങളെ, നിങ്ങളതാ വീടിന്റെ മുന്നിലേക്ക് വെച്ച് നിങ്ങൾ അങ്ങ് അകത്തു വെക്കോ. അങ്ങനെ സ്വർണം കൊണ്ടുവന്നിട്ട് വീടിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ പെണ്ണകത്തു പോയി. ബഹുമാനപ്പെട്ട ഉവൈസ് റളിയല്ലാഹു അൻഹു നിറഞ്ഞ മനസ്സോടുകൂടി ചോദിച്ചു പോവുകയാണ്, വല്ലാഹ്, ഞാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? ഉടൻ തന്നെ ഉവൈസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പെണ്ണ് പറഞ്ഞു, തങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ടുന്നത്, എനിക്കൊരുപാട് സ്വത്തുക്കളോട് ആഗ്രഹമില്ല, ഒരുപാട് സമ്പത്തിനോട് ആഗ്രഹമില്ല, ഒരുപാട് മണിമാടുകയോട് ആവശ്യമില്ല, ഒരുപാട് സുഖസൗകര്യങ്ങളിൽ ആഗ്രഹമില്ല. എന്റെ ആഗ്രഹം എന്തെന്നറിയോ? അല്ലാഹുവേ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരാക്കി സ്വർണത്തിന്റെ ഒരൽപ്പം ഒന്ന് കൊണ്ടു കൊടുക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ വിജയിക്കുന്നത്, അവിടെയാ ഞാൻ രക്ഷപ്പെടുന്നത്, അവിടെയാണ് സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരുന്നത്. അതുകൊണ്ട് തങ്ങളെ, ജീവിതത്തിൽ സന്തോഷത്തോടെ കടന്നു പോകാൻ ആഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങളതുകൊണ്ട് കൊടുക്കുമോ? അങ്ങനെ ഈ പെണ്ണിന്റെ ഈ സ്വർണം കൊണ്ട്, സ്വർണത്തിന്റെ ചെറിയൊരു മോതിരം ഇതുമായിട്ട് കടന്നു പോകുന്ന വഴിയോരത്ത് അവിടെ നിന്നതാ രണ്ട് കൊച്ചുമക്കൾ, രണ്ടാൺമക്കളിരുന്നിട്ട് കളിക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്ന, മക്കളെ, നിങ്ങൾ എന്തേ ഇങ്ങനെ ശരീരമൊക്കെ മെലിഞ്ഞു പോയത്? എന്തേ നിങ്ങൾ ഉണങ്ങിപ്പോയത്? എന്തേ നിങ്ങൾ സങ്കടപ്പെട്ടു പോയത്? ഉടത്തെ ആ കൊച്ചുമക്കൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഉവൈസ് തങ്ങളെ, നിങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കുകയാണോ? ഞങ്ങൾക്കുമ്മയില്ല, ഞങ്ങൾക്ക് ബാപ്പയുമില്ല, ഞങ്ങൾക്കുമ്മയുമില്ല, ഞങ്ങൾക്ക് ബാപ്പയില്ല. നിങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കുന്നത് എന്തിനാ? എന്തിനാ നിങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കുന്നത്? ഉമ്മയുമില്ല, ബാപ്പയുമില്ലാതെ ഈ ദുനിയാവിന്റെ പുറത്ത് സങ്കടത്തിന്റെ, വിഷമത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോ എന്തിനാ തങ്ങളെ ഞങ്ങളെ കരയിപ്പിക്കുന്നത്? എന്തിനാ ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നത്? എന്തിനാ ഞങ്ങളെ ദുഃഖത്തിലാക്കുന്നത്? എന്തിനാ ഞങ്ങളെ ആപലാതിയിലാക്കുന്നത്? ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹ്, ഞാനതില്ല ഭൂമിയിൽ ഒരു കാര്യമേ ഊരയിത്തേ ഇല്ല, ഖൽബിലെ വേദനകൾ സങ്കടത്തിൽ നിരത്തേ. എനിക്ക് സങ്കടം കൊണ്ട് ചോദിച്ചതാ, നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ, നിങ്ങളുടെ വസ്ത്രം കാണുമ്പോ എനിക്ക് വല്ലാത്ത വേദനയാണ്. ഉടൻ തന്നെ ഉവൈസ് തങ്ങൾ പറഞ്ഞു, മക്കളെ, നിങ്ങൾ എന്നോടൊപ്പം വന്നു വരുമോ? ഈ രണ്ട് കുരുന്നു മക്കളെയും ആൺമക്കളെയും ചേർത്ത് പിടിച്ച് ഉവൈസ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉവൈസ് റളിയല്ലാഹു തആല അൻഹു നല്ല മനസ്സോടെ, നല്ല നീയത്തോടെ, നല്ല സന്തോഷത്തോടെ കടക്കുകയാണ്. അല്ലാഹുവേ, ആ
പെണ്ണ് കൊടുത്തിരുന്ന സ്വർണമോതിരം അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്. ആ വിറ്റ് കിട്ടിയ പൈസക്ക് ആ മക്കൾക്ക് അവിടുന്ന് ഒരു മാസത്തേക്കുള്ള ഭക്ഷണം മേടിക്കുകയാണ്. ഒരു മാസത്തേക്കുള്ള എല്ലാ ആഹാര സാധനങ്ങളും മേടിക്കുകയാണ്. അത് മാത്രമല്ല, ആ മക്കൾക്കതാ 4 ജോഡി വസ്ത്രം വീതം എടുക്കുകയാ. ഇതെല്ലാം മേടിച്ചു കൊടുക്കുമ്പോ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനോട് ആ പ്രിയപ്പെട്ട കുരുന്ന മക്കൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ. ഉടൻ തന്നെ അതാ ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, നിങ്ങൾക്കിത് മേടിക്കാൻ നിങ്ങളെ പട്ടിണി മാറ്റാ, നിങ്ങളുടെ സങ്കടം മാറ്റാ, നിങ്ങളുടെ വിഷമം മാറ്റാ. അക്കാണുന്ന വീട് കണ്ടോ, അതിനാ നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അക്കാണുന്ന വീട് കണ്ടോ, ആ വീട്ടിലുള്ള ഉമ്മ തന്നതാണ്. നിങ്ങളുടെ വിഷമങ്ങൾ മാറ്റാൻ, നിങ്ങളുടെ സങ്കടങ്ങളും കണ്ണീരുകളും മാറ്റാൻ ആ വീട്ടിലുള്ള ഉമ്മ തന്നതാണ്. ഈ 2 മക്കളാ ഉള്ള കയ്യിലുള്ള വസ്ത്രങ്ങൾ, ഭക്ഷണത്തിനുള്ള ആഹാര സാധന സാമഗ്രികൾ എല്ലാം എടുത്തുകൊണ്ട് ആ പെണ്ണിന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയാ, ഉമ്മാ, നിങ്ങൾക്ക് ഞങ്ങൾ അറിയോ, നിങ്ങൾ കൊടുത്തുവിട്ട സ്വർണമുണ്ടല്ലോ സുബഹിക്ക, ആ കൊടുത്തുവിട്ട സ്വർണം അല്ലാഹുവേ ഞങ്ങൾക്ക് വൈസതങ്ങളതാ വിറ്റിട്ട് ഞങ്ങൾക്ക് വസ്ത്രം മേടിച്ചു, ഞങ്ങൾക്ക് അവിടെ നിന്നുള്ള ആഹാര സാധനങ്ങളും എല്ലാം വാങ്ങിത്തന്നു. അതുകൊണ്ട് ഉമ്മ, ഞങ്ങൾ ഉമ്മയില്ലാത്ത മക്കളാ, ഞങ്ങൾ ബാപ്പയില്ലാത്ത മക്കളാ, ഞങ്ങൾ അനാഥ മക്കളാണ്. അതുകൊണ്ട് ഉമ്മ, ഈ ഒരു സ്വർണാഭരണത്തിന് പകരം അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്വർണാഭരണം കൊണ്ടുള്ള കൊട്ടാരം അല്ലാഹു നിങ്ങൾക്ക് തരട്ടെ ഉമ്മ. പടച്ചവനെ, ഈ പെണ്ണ് ചോദിക്കുകയാണ്, മക്കളെ, ഞാൻ ഒരു ഉമ്മയാണ്, എനിക്ക് അല്ലാഹു തന്ന മക്കളെല്ലാം എന്നെ വിട്ടുപോയി, നിങ്ങൾ 2 പേര് ഈ ഉമ്മയോടൊപ്പം കഴിയുമോ? ഒരൗദാര്യമായിട്ടല്ല, ഈ കാണുന്ന സ്വത്തുക്കൾ നിങ്ങൾക്കാ, ഈ സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്കാ, ഈ മണിമാളിക നിങ്ങൾക്കാണ്. അൽഹംദുലില്ലാഹ്, നിങ്ങളൊരു വാക്കുമോളിയാൽ സ്വന്തം ഉമ്മയെപ്പോലാകില്ലെങ്കിലും അതുപോലെ ആകാനെങ്കിൽ ഈ ഉമ്മ പരിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് പടച്ച റബ്ബേ ആ കുരുന്ന മക്കളെ ചേർത്ത് പിടിക്കുകയാണ്. അന്ന് പാതിരാത്രിയിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ വീടിന്റെ മുൻവശത്ത് 2 മക്കൾ നിന്നുകൊണ്ട് കളിക്കുകയാണ്. നിലാവിന്റെ വെളിച്ചത്തിൽ ഇദ്ദേഹം എവിടെന്നാ മക്കളെ ഒന്ന് പിടിച്ചിട്ട് ചോദിച്ചു, ആരാ നിങ്ങള്, എവിടെന്നാ വരുന്നത്? കാരണം രാത്രിയാണല്ലോ. എവിടെ നിങ്ങളുടെ ബാപ്പ, എവിടെ? ബാപ്പന്റെ പേരെന്ത്, ഉമ്മന്റെ പേരെന്ത്? അവിടെന്ന് പറഞ്ഞു, ഇല്ല. ഈ 2 മക്കളും കരഞ്ഞിട്ട് പറയാണ്, ഞങ്ങൾക്ക് ബാപ്പയില്ല, ഞങ്ങൾക്ക് ഉമ്മയില്ല. ഈ അനാഥ മക്കളെ എവിടെ നിന്ന് പിടിക്കുകയാണ്. ഇദ്ദേഹം അറിയുന്നില്ല, ഇദ്ദേഹത്തിന്റെ ഭാര്യ പൊന്നമക്കളെ വീട്ടിൽ കയറ്റി പാർപ്പിച്ചതറിയില്ല. ഈ 2 കുരുന്ന മക്കളെ കൈപിടിച്ചിട്ട് ഭാര്യന്റെ അരികിലേക്ക് ചെന്നിട്ട് പറയാണ്, പെണ്ണേ, ഇന്ന് മുതൽ നമ്മളോടൊപ്പം 2 മക്കൾ കൂടെയുണ്ട്, അവർക്ക് റൂം ശരിയാക്കണേ, അവർക്ക് വസ്ത്രം കൊടുക്കണേ, അവർക്ക് വെള്ളം കൊടുക്കണേ. അപ്പോഴാണ് പെണ്ണ് പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, ഈ മക്കൾ ഇന്ന് നേരത്തെ എന്റെ മുമ്പിലാ വന്നത്, നിങ്ങൾ എന്ത് പറയുമെന്നറിയാതെ കാത്തിരിക്കുകയാ. ഇവരിന്ന് മുതൽ നമ്മുടെ തങ്കക്കുടമാ. അങ്ങനെ അതാ വർഷങ്ങൾ കടന്നുപോയി. അവിടെ നീ മക്കളും വളർന്നുപോയി. പ്രിയപ്പെട്ട ഭാര്യ ലോകത്തുനിന്ന് വിട പറയുകയാണ്. അന്ന് പാതിരാത്രിയില് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ പ്രിയതമയ സ്വപ്നം കാണുകയാണ്. തന്റെ പ്രിയപ്പെട്ടവളെ സ്വപ്നം കാണുകയാ. നല്ല പ്രകാശിക്കുന്ന മുഖത്തോട്, തിളങ്ങുന്ന വജുഹോട് തന്റെ പ്രിയപ്പെട്ടവള് കടന്നു വരുന്നുണ്ടേ. അവിടെ നിന്ന് ചോദിക്കുകയാണ്, മോളെ, നിനക്ക് ഇത്ര ഭാഗ്യം കിട്ടിയതെങ്ങനാ, ഇത്ര സൗഭാഗ്യം കിട്ടിയതെങ്ങനാ, ഇത്ര സന്തോഷം കിട്ടിയതെങ്ങനാ? അവിടെ നിന്ന് പറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, എന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്വർണം കണ്ടോ, അതിന്റെ ഒരൽപ്പം ഞാൻ കൊടുത്തപ്പോ അല്ലാഹു എനിക്ക് തന്ന സൗഭാഗ്യമാണേ, അല്ലാഹു എനിക്ക് തന്ന സന്തോഷമാണേ. സഹോദരങ്ങളെ, നമ്മൾ മരിച്ചാൽ നമ്മളൊന്നും തന്നെ കൊണ്ടുപോകൂല.
നമ്മളൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. ദുനിയാവിന്റെ പുറത്താരാ നമ്മളെ സഹായിക്കുന്നത്? ദുനിയാവിന്റെ പുറത്താരാ നമ്മളെ പൊന്നുപോലെ നോക്കുന്നത്? നിങ്ങളുടെ മക്കളെ അറിയോ? നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കള് നിങ്ങൾക്ക് ആ സ്വർണ്ണാഭരണം എടുത്തുകൊണ്ട് പള്ളിയിൽ കൊടുത്തിട്ട്, അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും നല്ല സ്ഥാപനങ്ങൾക്കൊന്ന് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഹദിയ ചെയ്തിട്ട്, നിങ്ങളുടെ പുന്നാര മക്കള് നിങ്ങൾക്ക് വേണ്ടി ഹദിയ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ ഖബറിടത്തിലേക്ക് കൊണ്ടുപോകാ നിങ്ങൾ തന്നെ ഒരുങ്ങിക്കോ. അതല്ലാതെ നിങ്ങൾക്ക് യാതൊരു രക്ഷയുമില്ല. അവിടുന്ന് സ്വർഗം ഇങ്ങനെ കാണുകയാണ്. ആ ഒരു ചെറിയ ഒരു മോതിരം കൊടുത്തിട്ട് അല്ലാഹുവേ, ആ ഒരു സ്വർണമോതിരം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ കടന്നു വന്നു പോയെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മ, നിങ്ങളതാ പവൻ കൊടുക്കണമെന്നില്ല, 2 പവൻ കൊടുക്കണമെന്നില്ല, 3 പവൻ കൊടുക്കണമെന്നില്ല, ലക്ഷങ്ങൾ കൊടുക്കണമെന്നില്ല. പടച്ച റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിൽ കടന്നു വരുന്നവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഈ മജ്ലിസിനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നവർ, അല്ലാഹ് എല്ലാവരെയും സ്വീകരിക്കണേ റബ്ബേ. സഹോദരങ്ങളെ, നമ്മൾ എന്ത് വിചാരിച്ചു? നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടമാകുമെന്നാണോ? ഇല്ല. നമ്മുടെ കയ്യിൽ നിന്ന് അധികമൊന്നും നഷ്ടാവൂല. അവിടെ നിന്ന് ഒരല്പമെങ്കിലും നമ്മൾ കൊടുത്തു പോയാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമേ ഉണ്ടാകുള്ളൂ, അതൊരാനന്ദമേ ഉണ്ടാകുള്ളൂ. കാരണം നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടു പോകാനായിട്ടൊന്നുമില്ല. ഇത് ഇവിടത്തെ ഖജനാവിൽ, ഇവിടത്തെ എല്ലാ കാര്യങ്ങളും, ഇവിടത്തെ ബാങ്കിൽ നമ്മളെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ നാളത്തേക്കുള്ള ഖജനാവിൽ നമ്മൾ എന്തുണ്ടാക്കി? നമ്മൾ എന്ത് ബാക്കി വെച്ചു? അവിടെയാ നമുക്ക് വിജയിക്കാനുള്ളത്. നാളത്തേക്കുള്ള വഴിയുണ്ടല്ലോ, ആ നാളത്തേക്കുള്ള വഴിക്ക് വേണ്ടിയാ നമുക്കൊരുങ്ങാനുള്ളത്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. സഹോദരങ്ങളെ, ഈമാനിന്റെ മാധുര്യത്തിന്റെ സന്തോഷത്തിന്റെ വെളിച്ചം നമുക്ക് വരണ്ടേ? അതിനാ നമ്മൾ പൊന്നുപോലെ നടക്കണമെന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വിളിയാളങ്ങളിലൂടെ കടന്നു പോകണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് സഹോദരാ, അല്ലാഹു നമുക്ക് തന്ന സ്വർണങ്ങളുണ്ടല്ലോ, അത് നിങ്ങളെല്ലാം സദഖ ചെയ്യണമെന്ന് ഒരിക്കലും പറയൂല, കൊടുക്കണമെന്ന് പറയൂല. അല്പം നമ്മൾ മാറ്റിവെച്ചാൽ ആ മാറ്റിവെക്കുന്നത് നാളെ നമുക്കൊരു സന്തോഷമാണ്, അത് നാളെ നമുക്കൊരു സൗഭാഗ്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പഠിച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ പരിശുദ്ധരായ ഹബീബ്, ലോകത്തിന്റെ മണിദീപമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ കേട്ടുകൊണ്ട് കടന്നു വരുമോ നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ സന്തോഷത്തിൽ ഇരുന്നു കൊണ്ട് കേൾക്കുന്നവര്, അതിനെ പഠിക്കുന്നവര്, അതിനെ മനസ്സിലാക്കുന്നവര്, അതിനെ ഇഷ്ടപ്പെടുന്നവര്, അല്ലാ, ഒരാളെയും നീ തള്ളിക്കളയല്ല റബ്ബേ, ഒരാളെയും നീ തള്ളിക്കളയല്ല റബ്ബേ, ഒരാളെയും നീ തള്ളിക്കളയല്ലേ റബ്ബേ. അതുകൊണ്ട് സഹോദരങ്ങളെ, മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ആ ഒരു സന്തോഷം നേടാൻ നമുക്ക് ഇതന്നെ മതി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരുപാടൊന്നും പറയുന്നില്ല, എല്ലാവരും ദുആരക്കുക. പടച്ച റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബേ. ഈ മജ്ലിസിൽ സംഗമിച്ച ഉപ്പമാര്, ഉമ്മമാര്, ചെറുപ്പക്കാര്, സഹോദരങ്ങൾ എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, രോഗങ്ങൾ കൊടുക്കല്ല റബ്ബേ, വിഷമങ്ങൾ കൊടുക്കല്ല റബ്ബേ, കണ്ണീരുകൾ കൊടുക്കല്ല റബ്ബേ, ദുഃഖങ്ങൾ കൊടുക്കല്ല റബ്ബേ. അല്ലാഹുവേ, ക്യാൻസർ പോലത്തെ രോഗങ്ങൾ കൊടുത്തിട്ട് നീ സങ്കടത്തിലാക്കല്ല അല്ലാ, വിഷമത്തിലാക്കല്ല അല്ലാ, ദുഃഖത്തിലാക്കല്ല അല്ലാ. പടച്ചവനെ, ഞങ്ങള് സാധുക്കളാണ്, ഞങ്ങള് പാപികളാ, ഞങ്ങളൊന്നും അറിയാത്തവരാ.
റബ്ബേ ഞങ്ങളെ കൈവിടല്ലേ റബ്ബേ, ഞങ്ങളെ ഖായിബാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് പലരും പ്രവാസികളാ, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, ഒരു നൊമ്പരത്തിലും പെടുത്തല്ല അല്ലാ, ഒരു ദുഃഖത്തിലും പെടുത്തല്ല അല്ലാ. അല്ലാഹുവേ കാല് വേദനിക്കുന്നവര്, കൈവേദനിക്കുന്നവര്, ശരീരം വേദനിക്കുന്നവർ, അല്ലാഹുവേ അങ്ങനെ പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അല്ലാഹുവേ എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ആവലാദികളെ മാറ്റണേ റബ്ബേ. അല്ലാഹുവേ ആര് എന്താഗ്രഹം പറഞ്ഞോ അതൊക്കെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ, സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ, നിന്റെ നരകം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. അല്ലാ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങളുടെ മജ്ലിസിൽ വരുന്ന ചെറുപ്പക്കാര്, ഉപ്പമാരും ഉമ്മമാരുണ്ട്, അവരെ നീ സ്വീകരിക്കണേ റബ്ബേ, അവരെ കബൂലാക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.